മന്മഥന്റെ ഒരു അനലോഗ് കാമദേവനാണ്. കാമദേവന്റെ വാഹനമാണ്, ലൈക്ക് പ്രണയത്തിന്റെ വാഹനമാണ് തത്തമ്മ. അപ്പൊ തത്തമ്മയെ പോലത്തെ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ടക്കനെ പ്രണയത്തിലാവുന്ന മന്മഥന്റെ കഥയാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ഞാൻ എന്റെ പാർട്ട്ണറിന് വേണ്ടി എഴുതിയ പാട്ടാണ്. നീ ഒരു കള്ളനാണ്, ഒരു നിനക്ക് എന്തെങ്കിലും വലിപ്പമുണ്ട്, നിനക്ക് എന്താണ് മുളക് എന്താ എരി സഹിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇൻസൾട്ട് ഒക്കെ ആയിട്ട് നീ ഒന്നെ വിളിച്ചാലും. ഇന്ന് പക്ഷെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മന്മഥന്റെ കഥയിലൊരു ഇതുണ്ട്. ഗന്ധർവന്മാര് സ്വർഗലോകത്ത് സോമം വിളമ്പെന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ സോമ എന്നുള്ള ഒരു സാധനം പേരിലുണ്ട്. അങ്ങനത്തെ ഒരു യാദൃശികം. അന്നൊരു കുട്ടിക്കളിക്ക് ഇട്ട സാധനം ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് മാത്രം. കാരണം അവൻ അങ്ങനെ ഒരു കുട്ടിക്കളിയൊക്കെ കാണിച്ച് പാട്ടൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പേരൊക്കെ ഇട്ടുകൊണ്ട് മാത്രമാണ് ഈ കസേര വന്നിരിക്കുന്നത്. ഇത് എനിക്ക് ചെയ്യണം, ഇതാണ് എന്റെ ഒരു പരിപാടി എന്നുള്ളൊരു അത് വേണല്ലോ, ഒരു തീ ഉള്ളിൽ വേണം. ശരിക്കും ഭ്രാന്താണ് കേട്ടോ. ഈ ഒരു ഇന്ത്യയില് മ്യൂസിക് ഫുൾ ടൈം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു വട്ടേസ് പറഞ്ഞ പരിപാടി. ഞാനും അതിന്റെ ഒരു ഭ്രാന്തിൽ പോയിരുന്നു. നമ്മളെല്ലാം പ്ലാനൊക്കെ ചെയ്തിരുന്നാലും ചില കാര്യങ്ങൾ കുറെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ചിലപ്പോ ഒരു റിസ്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയൊരു റിസ്ക് ആയിരുന്നു. എല്ലാം കൈവിട്ട് മ്യൂസിക്കിനോട് മാത്രം മൊത്തം എനർജി അങ്ങ് സമർപ്പിക്കാണ് ചെയ്തത്. തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഒരു രീതിക്ക് പരാജയം മാത്രമേ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സംഗീതം പഠിക്കാൻ പോയപ്പോഴത്തേക്ക്, കൊച്ചിയിൽ സംഗീതം പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2-3 കൊല്ലത്തിൽ അത് കിട്ടി. എൻ്റെ അച്ഛനമ്മയ്ക്ക് ആ സമയത്ത് അത്ര ഒരു പിയാനോ വാങ്ങിച്ചു തരാനുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിയാനോ വാങ്ങിച്ചത്. എന്തിനു വാങ്ങിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയാം. കാരണം അത് ട്രാക്ക് റെക്കോർഡ് ഭയങ്കര മോശമാണ്. എല്ലാം എടുക്കുക, അതേപോലെ എല്ലാം കൂടെ തട്ടിയിരിക്കും. അങ്ങനെ ഒരു ചായവ് വന്നു മ്യൂസിക്കിനോട് ഭയങ്കര. പിന്നെ കോവിഡും കൂടെ വന്നപ്പോഴത്തേക്ക് എഴുത്തും എൻ്റെ പാട്ടിലേക്കോ. കാരണം 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ ചുമ്മാ എഴുതി പോയമൊക്കെ എടുത്തു. പോമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ പ്രൊഫൈലിലാക്കി ഇങ്ങനെ. പക്ഷെ പറ്റുന്നില്ലായിരുന്നു ഉള്ളത് പറയാല്ലേ. എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു പരിധിക്ക് ശേഷം പാപം എന്തുകൊണ്ട് ഹിറ്റായെന്ന് എനിക്ക് വിരൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞാൻ പക്ഷേ എഴുതിയത് പാപത്തിനെ പോലെയല്ല, ഒരു പാട്ട് അത് അതിനേക്കാൾ ഹിറ്റായി. അപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, നീ നിന്നെ ചെയ്തോ, ആൾക്കാർക്ക് നിന്നെ ഇച്ചിരി ഇഷ്ടം, അപ്പൊ അവര് നോക്കിയോളൂ. എന്റെ ഡെഫിനിഷൻ ഓഫ് പാപം, ഞാൻ ഒരു വളർന്നു വന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ ഇപ്പൊ നിരീശ്വരവാദിയാണെങ്കിലും വളർന്നു വന്ന ക്രിസ്ത്യാനിയായിട്ടാണ്. അപ്പൊ ആദ്യ പാപം എന്ന് പറഞ്ഞത് സെക്ഷുവാലിറ്റിയാണ്. നമ്മുടെ സെക്ഷുവാലിറ്റിനെ കുറച്ച് എന്താ അവയർനെസ് കിട്ടുന്ന ആയിരുന്നു ആദ്യ പാപം. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൽ എനിക്ക് എഴുതേണ്ട രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു വേഗമായിട്ട് ഈ വഴികളിൽ പാപമായി, ഒരു ശാപമായി, ഞാൻ ഒരു ശപിക്കപ്പെട്ട ഒരു പുരുഷനാണെന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം അതിനുവേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. കാരണം എൻ്റെ ഈ ഒരു എഴുത്തുകാരനുള്ള നിലയിലുള്ള പോരായ്മകൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു തിരക്കഥ എഴുതി നികത്താൻ നോക്കിയതാണ് ഞാൻ മ്യൂസിക്. ഹായ് ഗാലറി വിഷൻ വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ആണുള്ളത്. ഹി ഈസ് ദ ന്യൂ ഫേസ് ഓഫ് മലയാളം R&B. നമ്മളുടെ യൂട്യൂബ്, ഇൻസ്റ്റാ, സ്പോട്ടിഫൈ, നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ he is trending. Ladies and gentlemen, put your hands together and welcome Axomaniac aka Aaron. Hi, welcome to the show. Thank you. I'm a big fan of your work. Thank you, brother. Yes. അപ്പോൾ എന്താ പറയാ, ഈ R&B എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, റിതം ആൻഡ് ഇത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ഡെഫിനിഷൻ ഇപ്പൊ കൊടുത്തു വന്നിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് യു. അത് ഇപ്പൊ ഇന്റർവ്യൂസിൽ പറയുമ്പോൾ ഒരു സിംപ്ലിഫൈഡ് ഒരു വെർഷൻ പറയണം, പറഞ്ഞു എന്ന് മാത്രം. ബട്ട് എന്താണ് ഈ ജോണറോട് അത്ര താല്പര്യം വരാൻ കാരണം, ഞാനിപ്പോ ഒരു ലിസണർ എന്ന രീതിയിൽ എപ്പോഴും കേൾക്കുന്ന ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ആണ്. വെസ്റ്റ് എന്നുള്ള ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക്, പക്ഷെ ഞാൻ വളർന്നു വന്നത് മലയാളം പാട്ടായിട്ടാണ്, സിനിമ പാട്ടായിട്ടാണ് വളർന്നു വരുന്നത്. അപ്പൊ അതില് മെലഡീസ് ആണ് എപ്പോഴും ഒരു പ്രോമിനൻസ് ഉള്ളത്. നല്ല വോക്കൽ പെർഫോമൻസസ് ആണ് എപ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ പാട്ടുകളിലും. അപ്പോൾ R&B എന്ന് പറയുന്നത് ഒരു ഹിപ്പ് ഹോപ്പിന്റെ ഡ്രംസ് ആയാലും ഹിപ്പ് ഹോപ്പിന്റെ പേഴ്സണാലിറ്റി ആയാലും ഓണസ്റ്റി ആയാലും ആ ഒരു ആർട്ടിസ്റ്റിന്റെ സ്വന്തം ജീവിതകഥ തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞു വെക്കുന്നതാണ് എപ്പോഴും റാപ്പ് മ്യൂസിക്, ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിലുള്ളത്. അതിപ്പോ നമ്മുടെ ഇവിടെയും റാപ്പേഴ്സ് എല്ലാം അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നല്ല രീതിക്ക്. അപ്പോൾ R&B എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ഒരു യോജിപ്പാണ്. നല്ല മെലഡിയും പക്ഷെ ഹിപ്പ് ഹോപ്പിന്റെ ആ ഓണസ്റ്റിയും രണ്ടും ഉള്ള ഒരു ജോണറാണ് R&B. അപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിൽ R&B ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലിക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് മെലഡീസിനോട് വളരെ കമ്പമുള്ള ഒരു
സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. ഓക്കെ. അതിന്റെ മുകളിൽ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്റെ കഥകൾ പറയാനുള്ളൊരു അവസരം കൂടെ കിട്ടുന്നുള്ള രീതിയിലാണ് R&B സെലക്ട് ചെയ്തത്. ഇപ്പോൾ വെനെവർ വി ടേക്ക് നമ്മൾ ഈ മ്യൂസിക് ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിലും ദർ ഇസ് ഓൾവേസ് ലൈക്ക് മ്യൂസിക്കിനും അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട്. മീൻസ് ലൈക്ക് അപ്പോൾ ഇപ്പം ഫോർ റൈറ്റ് നൗ മലയാളത്തിൽ നമുക്ക് ഇപ്പം ഒരു റാപ്പ് ട്രെൻഡ് ആയിരുന്നു കണ്ടുകൊണ്ട് വരുന്നത്. മീൻസ് ആസ് യു സെഡ് ഇപ്പൊ എല്ലാവർക്കും ദേ ഹാഡ് എ സ്റ്റോറി ടു ഷൗട്ട് ഔട്ട്. അപ്പോൾ അത് മീൻസ് ഐ എം നോട്ട് ഫോളോയിങ് ദിസ്. ഇത് ഐ എം ബീയിങ് ദാറ്റ് പെൻഗ്വിൻ. ഞാൻ ഇങ്ങോട്ടാ പോണേ. വെൻ ഡിഡ് യു ചൂസ് ദാറ്റ്? അങ്ങോട്ടാ പോണേ. തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്ന പെൻഗ്വിനായതല്ല, ആക്ച്വലി കൂടെ നടക്കുന്ന പെൻഗ്വിനായിട്ടാ ഞാനും. ഇച്ചിരി മാറി നടക്കുന്നത് മാത്രം കൂടെ നടക്കുന്നതായിട്ടേ ഞാനും കാണത്തുള്ളൂ. കാരണം ഹിപ്പ് ഹോപ്പിന്റെ ഒരു കസിൻ ജോണ്ടർ അഡ്ജേസൻ ജോണ്ടർ തന്നെയാണ്. അല്ലെങ്കിൽ അതിന് ആ കുടക്കീഴിലുള്ള ഉള്ളിൽ തന്നെയാണ് R&B ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ പാട്ടുള്ള MHR ആണ്, ശ്രേയസിനെ പോലത്തെ റാപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ് എന്റെ പാട്ടിലുള്ള. അപ്പൊ റാപ്പ് അഡ്ജേസന്റ് ആണ്, ഹിപ്പ് ഹോപ്പ് അഡ്ജേസന്റ് എന്തായാലും ആണ്. അപ്പൊ ഞാനും ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നില്ല. Okay, okay. So it's like I mean name first it's about Axomaniac. ഇത് does that have a definition by it അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരു സാധനം വന്നപ്പോൾ റാൻഡം പേരാണിത്. ഞാൻ ഒരു 14-13 വയസ്സിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത്, അപ്പോഴാണ് 2017-16 ഇൻസ്റ്റാഗ്രാം വരുന്നത് നമുക്ക്. അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന സമയത്ത് ആരൻ കൊല്ലശാനി സെലസ്റ്റിൻ എന്നാണ് എന്റെ പേര്. അതിന്റെ ഇനീഷ്യൽസ് എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ AKS എന്ന് വരും. സോമ എന്റെ അമ്മയുടെ പേരാണ്. ആക്സോമേനിയാക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോട്ടും ഡാഷും കുത്തൊന്നും ഇടേണ്ടി വരത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് ആക്സോമേനിയാക് ഇടാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലീൻ ഇതിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട, പിന്നെ മാറ്റിയില്ലെന്ന് മാത്രം. ഇന്ന് പക്ഷെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മന്മഥന്റെ കഥയിലൊരു ഇതുണ്ട്. ഗന്ധർവന്മാര് സ്വർഗലോകത്ത് സോമമേളം വന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ സോമ എന്നുള്ള ഒരു സാധനം പേരിലുണ്ട്. അങ്ങനെ അതൊരു യാദൃശികം, അങ്ങനെ കോയിൻസിഡന്റ്ലി വന്ന ഒരു സാധനം എന്ന് മാത്രം. അല്ലാണ്ട് അങ്ങനെ പേരിന് അർത്ഥമൊന്നും ഇല്ല. എന്നൊരു ഗെയിമർ ടാഗ് പോലെയൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ എങ്കിലും പാട്ടും എന്താ പേര് തമ്മിൽ വലിയ യോജിപ്പില്ലെങ്കിലും അന്നൊരു കുട്ടിക്കളിക്ക് ഇട്ട സാധനം ഇപ്പോഴും കൊണ്ട് നടക്കുന്നെന്ന് മാത്രം. കാരണം അവൻ അങ്ങനെ ഒരു കുട്ടിക്കളിയൊക്കെ കാണിച്ച് പാട്ടൊക്കെ ചെയ്ത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പേരൊക്കെ ഇട്ടുകൊണ്ട് മാത്രമാണ് ഈ കസേര വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് വാലിഡേറ്റ് ചെയ്യുന്ന കാര്യം. പിന്നെ റീബ്രാൻഡ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേര് വെച്ച് ഈ പലപ്പോഴും ഐ തിങ്ക് അറ്റ് എ വെരി യങ് ഏജ്, ഐ മീൻ കൺസിഡറിങ് യങ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് യു ആർ just begin with your 20s, early 20s. ഞാൻ 22 വയസ്സ് ഇപ്പം തികയ്ക്കുന്നത്, 23 ആകുമ്പോൾ. Correct. അപ്പോൾ getting this clarity on music ഇത്ര ഒരു ചെറിയ I mean when considering life experience ഇത്ര ഒരു ടൈം പീരിയഡിൽ ഇതാണ് എൻ്റെ പരിപാടി, ഞാൻ ഇതാ ചെയ്യാൻ പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി വരാന്നുള്ളത് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്നും ഇതുവരെ ഒരു ക്ലാരിറ്റി എന്താ ചെയ്തത് ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ്? ഐ ആം ഗോയിങ് ടു ഡു ദിസ്, ഇതാണ് എൻ്റെ പരിപാടി, ഞാൻ ഇതാ ചെയ്യാൻ പോണേന്നുള്ള ഒരു ആ കോൾ എപ്പോഴായിരുന്നു? അയ്യോ, അത് എല്ലാം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് ഗ്രാജുവലി വരുന്നൊരു പ്രോസസ്സാണ്. ഞാൻ ആദ്യം മ്യൂസിക്കിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു രീതിക്ക് പരാജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ സംഗീതം പഠിക്കാൻ പോയപ്പോഴത്തേക്ക്, കൊച്ചിയിൽ സംഗീതം പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2-3 കൊല്ലത്തിൽ അത് ക്വിറ്റ് ചെയ്തു. ഞാൻ തബല പഠിക്കാൻ പോയി എൻ്റെ കൂട്ടുകാരോട്. കൂട്ടുകാരെ ക്വിറ്റ് ചെയ്തപ്പോൾ ഞാനും ക്വിറ്റ് ചെയ്തു. പിന്നെ കീബോർഡും പഠിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തു. 4 കൊല്ലമൊക്കെ അതിൽ പൊടി തട്ടി കീബോർഡ് ഇരിപ്പുണ്ടായിരുന്നു വീട്ടിൽ. അതും പ്രാക്ടീസ് ചെയ്യില്ല. അതും ക്വിറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കാണ് എൻ്റെ രാജേഷ് സാർ എന്ന് പറഞ്ഞൊരു ട്യൂട്ടർ ഉണ്ട് ആ സമയത്ത് എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞു, പിയാനോ പഠിക്കുന്നതിനൊക്കെ നല്ല മ്യൂസിക്കിൽ നല്ല ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, പക്ഷെ നീ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ 1 മണിക്കൂർ നീ എൻ്റെ മുമ്പ് ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തെളിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ എൻ്റെ അച്ഛനമ്മയ്ക്ക് ആ സമയത്ത് അത്ര ഒരു പിയാനോ വാങ്ങിച്ചു തരാനുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിയാനോ വാങ്ങിച്ചത്. എന്തിനു വാങ്ങിച്ചതെന്ന് ഇപ്പോഴും എനിക്കറിയാം. കാരണം അത് ട്രാക്ക് റെക്കോർഡ് ഭയങ്കര മോശമാണ്. എല്ലാം എടുക്കുക, അതേപോലെ എല്ലാം കൂടെ തട്ടിയിരിക്കും. എന്നിട്ട് വാങ്ങിച്ചതിന് ശേഷം പക്ഷെ ഒരു ഫ്ലിപ്പായിരുന്നു. ഒരു 9 മണിക്കൂർ ഒരു ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. ഭയങ്കര ഒരു ഫ്ലിപ്പായിരുന്നു. അങ്ങനെ ഒരു ചായവ് വന്നു മ്യൂസിക്കിനോട് ഭയങ്കര. പിന്നെ കോവിഡും കൂടെ വന്നപ്പോഴത്തേക്ക് എഴുത്തും എൻ്റെ പാട്ടിലേക്കോ. കാരണം 9ാം ക്ലാസ്സിലാക്കി ഞാൻ ചുമ്മാ എഴുതി പോയമൊക്കെ എഴുതായിരുന്നു. പോയമൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേറെ ഒരു പ്രൊഫൈലിലാക്കി ഇങ്ങനെ എഴുതായിരുന്നു. പിന്നെ ആ എഴുത്ത് എൻ്റെ പാട്ടിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് ഞാൻ ഒരു 2020-2021 കോവിഡ് ഹിറ്റ് ചെയ്തപ്പോഴത്തേക്ക്. വേറെ ഒന്നുമില്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, ഞാൻ 12th ബയോമാത്ത് ചെയ്തിരുന്നു. ഞാൻ എനിക്ക് പരീക്ഷ എഴുതേണ്ടി വന്നില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് ബോർഡ് എക്സാം എഴുതേണ്ടി വന്നില്ല. ഇതിൽ മാത്രം ഉണ്ടായിരുന്നല്ലോ പരിപാടി. അപ്പോൾ ഞാൻ ഒരു കവറൊക്കെ എടുത്തിടും, ഷൂട്ട് ചെയ്യും, ഇതേപോലെ ട്രൈപോഡിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് പിയാനോ ഒക്കെ വായിച്ച് പുറത്തിടും, എഡിറ്റ് ചെയ്യും, കളർ ചെയ്യും. അതിനുശേഷം സ്വന്തം പാട്ട് എഴുതാനായി. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്ന് ഒരാഴ്ചയിൽ ഒരു 3 പാട്ട് എഴുതി. അങ്ങനെ പിന്നെ അതങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു പാട്ട് റിലീസായി.
ആവുന്ന രീതിക്ക് 2 കൊല്ലം അങ്ങനെ ഒരു കൊല്ലം ഒരു പാട്ട് വെച്ച് റിലീസ് ചെയ്തു. 2024 കളി കാര്യമായി കുറച്ചുകൂടെ ഒരു കൊല്ലത്തിൽ 4 പാട്ട് ഒരു ആൽബം അങ്ങനെയൊക്കെ ഒന്ന് റിലീസായി. കോളേജിൽ കയറിയപ്പോഴത്തേക്കാണ് പിന്നെയും ഗൗരവമാവുന്ന കാര്യങ്ങൾ. കാരണം കോളേജിന്റെ പഠിത്തം ഇതും കൂടെ പോകണില്ല. കാരണം രണ്ടും ഗൗരവമായിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതും നന്നായിട്ട് ചെയ്യണം ഇതും നന്നായിട്ട് ചെയ്യണം എന്നായപ്പോഴത്തേക്ക് ആ കടുംപിടുത്തത്തിൽ എന്തെങ്കിലും ഒരെണ്ണം കളയേണ്ടി വന്നു. അങ്ങനെ കളഞ്ഞതാ ബിടെക്. അങ്ങനെ മുംബൈയിൽ വന്ന് പിന്നെ ഫുൾ എനർജി ഇതിലേക്ക് ഇട്ട് അങ്ങനെ ഒരു ജേർണിയാണ്. അല്ല ഒരു സാധനത്തിൽ ഇങ്ങനെ മ്യൂസിക് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻഡ് ഈസ് അറൗണ്ട് മ്യൂസിക് അല്ലേ? ഇപ്പം ഫസ്റ്റ് പാട്ട് പഠിക്കാൻ പോയതാണെങ്കിലും തബലയാണെങ്കിലും ബട്ട് എവറിത്തിങ് ഈസ് ആ ഒരു സർക്കിൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിൽ കറങ്ങി എന്ത് ധൈര്യത്തിലാണ് ലൈക്ക് അപ്പൊ യു ആർ ഇൻ യുവർ 20s ചുമ്മാ എടുത്താക്ക് പോവാണ് മുംബൈ മറ്റേ കള്ളവണ്ടി കയറി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പൂനെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കള്ളവണ്ടി കയറി പൂനെ പോയിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ ഭാഗ്യവശാൽ കള്ളവണ്ടി കയറി വന്നിട്ടില്ല. ഒരു ഷോയിന് വിളിച്ചത്, ആ ഷോയിന്റെ ടിക്കറ്റിലാണ് ഞാൻ മുംബൈ പോയത്. ആ ടിക്കറ്റിൽ തന്നെ പിന്നെ അവിടെ തന്നെ തിരിച്ചു വന്നില്ല. എന്താ ഒരു ധൈര്യം ഉണ്ടല്ലോ ലൈക്ക് ഐ മീൻ ദിസ് ഇസ് ഇത് എനിക്ക് ചെയ്യണം, ഇതാണ് എന്റെ ഒരു പരിപാടി എന്നുള്ളൊരു അത് വേണല്ലോ, ഒരു തീ ഉള്ളിൽ വേണം. ശരിക്കും ഭ്രാന്താണ് കേട്ടോ. ഈ ഒരു ഇന്ത്യയിൽ മ്യൂസിക് ഫുൾ ടൈം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു വട്ടേസ് പറയുന്ന പരിപാടി. ഞാനും അതിന്റെ ഒരു ഭ്രാന്തിൽ പോയിരുന്നത്. കാരണം ഒരു രീതിക്കും എന്താ പറയാ, മ്യൂസിക് ഇൻഡസ്ട്രിയുടെ എക്കണോമിക്സ് ഒരിക്കലും നമ്മൾക്ക് സേഫ്റ്റി തരുന്ന ഒരു രീതിയിലുള്ള ഒരു എക്കണോമിക്സ് അല്ല. ഒരു പാട്ട് വർക്കായാലും ഒക്കെ നമുക്ക് ഷോ കിട്ടും, അതിന്റെ ഫീ കിട്ടും, അങ്ങനെയൊക്കെ. പക്ഷെ അല്ലെങ്കിൽ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് സ്ട്രീമിംഗ് വഴി കാശ് സമ്പാദിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്നും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ തലയിൽ കിടന്ന് ഓടുന്ന ചോദ്യങ്ങൾ. പക്ഷെ എങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അങ്ങ് ചാടിക്കളയെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. കാരണം നമ്മളെല്ലാം പ്ലാനൊക്കെ ചെയ്തിരുന്നാല് ചില കാര്യങ്ങൾ കുറെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ചിലപ്പോൾ ഒരു റിസ്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയൊരു റിസ്ക് ആയിരുന്നു. എല്ലാം കൈവിട്ട് മ്യൂസിക്കിനോട് മാത്രം മൊത്തം എനർജി അങ്ങ് സമർപ്പിക്കാണ് ചെയ്തത്. തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷെ ഭാഗ്യമില്ലാത്ത ഒരാൾക്കാരും എൻ്റെ കൂടെ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരിൽ എന്നെക്കാളും നല്ലതായിട്ട് മ്യൂസിക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും ആ പ്ലാറ്റ്ഫോം കിട്ടണമെന്നില്ല. അതൊരു എപ്പോഴും ഒരു ഹിറ്റ് ആൻഡ് മിസ് ആണ് കേട്ടോ. ഒരു വട്ടാണെന്ന് തന്നെ ഞാൻ പറയും, ഇപ്പോഴും പറയും. എസ്പെഷ്യലി വെൻ ഇറ്റ്സ് ഈ ലേബിൾസ് അപ്രോച്ച് ചെയ്യുമ്പോഴേ ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് ഇപ്പം ലൈക്ക് because you have collaborated അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ you have collaborated. അപ്പോൾ there is always this factor of virality. അത് ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പ്രഷർ വരും in your writing process? ഇച്ചിരിയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു തരാല്ലേ, ഒരു പാട്ട് എഴുതി തുടങ്ങി പാടി തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് മറക്കും. ആക്ച്വലി എൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് അതങ്ങ് അങ്ങ് മറക്കുക. കാരണം വേറെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാട്ട് പാടി തുടങ്ങുക എഴുതി തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രോസസ്സിൽ നമ്മളൊന്നും ആലോചിക്കാതെ വേറെ ഒന്നും തലേ വരത്തില്ല. ആയിഷനെ പോലെ അത് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ പക്ഷെ പാട്ട് എഴുതി തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പ്രഷർ തിരിച്ചു വരും. ഇത് ഇനിയിപ്പോ എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇതിന് എന്ത് വിളിക്കും, ഇത് എവിടെ പൊസിഷൻ ചെയ്യും. ഈ R&B എന്നുള്ള ആ ഒരു പദവും അതിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ എന്നെ തന്നെ എവിടെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ മാറ്റി എനിക്കൊരു മാർക്കറ്റ് ചെറുതായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന പ്രഷറുകളാണ്. പാട്ട് ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഭാഗ്യവശാൽ പ്രഷർ വരാറില്ല. സോ അതൊരു ഭയങ്കര കൂളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതെ അതെ, അത് ശരിക്കും ഭയങ്കര ഒരു ഇന്റിമേറ്റ്, വേറെ ആരും വന്ന് ഒന്നും കലർത്താൻ പറ്റാത്ത അതൊരു നല്ലൊരു പ്രോസസ്സാണ്. ഓക്കെ, അല്ല അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം പക്ഷെ സ്റ്റിൽ ദർ വിൽ ബി ലൈക്ക് ഇത് നമ്മൾ വിൽക്കണമല്ലോ, യു ഹാവ് ടു സെൽ ദിസ് നോ അറ്റ് എ പോയിന്റ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എലമെന്റ്സ് ആണ്. ഐദർ ദ വീഡിയോ ഷുഡ് ബി റിയലി റിയലി ഗുഡ്, ദ മ്യൂസിക് ഓൾസോ ഷുഡ് ബി, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു റൈറ്റേഴ്സ്, അപ്പോൾ എല്ലാവരും പറയും ബിക്കോസ് നമ്മളുടേത് ബേസിക്കലി വാട്ട് സോങ്സ് വേർ ആസ് ഫസ്റ്റ് ലൈക്ക് ഫ്രം ദ മൂവീസ് ആസ് എൻ ആൽബം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മളിപ്പോൾ ഇപ്പോഴാണ് പിടിച്ചു തുടങ്ങിയത് അല്ലേ, മീൻസ് ഇന്ത്യ മ്യൂസിക് എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഹുക്ക് സ്റ്റെപ്പും മീൻസ് ആ ലൈൻസും ആയിരുന്നു വേണ്ടത്. അപ്പൊ ആ ഒരു പ്രഷർ ഇങ്ങോട്ട് വരുന്നുണ്ടോ, അതോ ദിസ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി വേണ്ട, ഇത് കൂളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൗഡിനാണോ ഇത് കേട്ടത്? ക്രൗഡ് എന്നെ സർപ്രൈസ് ചെയ്യിക്കുകയാണ്. ഞാനൊരു അംശം ഇട്ടപ്പോഴത്തേക്ക് അതിന് 3 സെക്ഷൻ ഉണ്ട്, 3 രീതിക്കുള്ള സെക്ഷനൊക്കെയാണ്. ഞാൻ ഇങ്ങനൊരു റിസപ്ഷൻ പ്രതീക്ഷിച്ചിട്ട പാട്ടേ അല്ല. പക്ഷെ അതാണ് ഏറ്റവും ഹിറ്റ്, എന്റെ കാറ്റലോഗിലെ ഏറ്റവും ഹിറ്റ് അംശമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പാട്ട് അംശമാണ്. അപ്പൊ എല്ലാത്തിനും ഒരു ഫോർമുല ഇല്ലെന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. നമുക്ക് എന്ത് വിചാരിച്ചാലും അതിന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതെല്ലാം ആൾക്കാരുടെ കയ്യിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട അവര്
എടുത്തോണ്ട് പോയിക്കോളും, അവര് തൂക്കിക്കോളും, അവര് തൂക്കിക്കോളും. പക്ഷെ നമ്മുടെ പരിപാടി എത്ര സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ അത് തന്നെ വീഡിയോ ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അംശം ചെയ്തപ്പോഴും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അംശം ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഹിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലല്ല വീഡിയോസ്. അടുത്ത 5 വീഡിയോസിനും അടുത്ത 9 പാട്ടുകൾക്കും നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നുള്ള രീതിക്കാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷെ ഇപ്പൊ നല്ല കാര്യം അംശം ഹിറ്റ് ആയപ്പോഴത്തേക്ക് ആ വീഡിയോനും ഇത്രയും നല്ലൊരു പ്രശംസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും പ്ലാൻ ചെയ്യാൻ വേണം, നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രം. പ്രഷർ എടുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ ഞാൻ ഇച്ചിരി പാപം ഇറക്കിയതിന് ശേഷം ലേശം പ്രഷർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതുപോലെ പാട്ട് എഴുതണോ അതോ അല്ലേ, മീൻസ് ലൈക്ക് നമുക്കൊരു ഫോമുല കിട്ടിയ പോലെ അല്ലേ, ഇതേപോലെ ഹിറ്റാവോ? പക്ഷെ പറ്റണില്ലായിരുന്നു ഉള്ളത് പറയാല്ലേ. എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു പരിധിക്ക് ശേഷം പാപം എന്തുകൊണ്ട് ഹിറ്റായെന്ന് എനിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞാൻ പക്ഷേ എഴുതിയത് പാപത്തിനെ പോലെയല്ല ഒരു പാട്ട്, അത് അതിനേക്കാൾ ഹിറ്റ് ആയി. അപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, നീ നിന്നെ ചെയ്തോ, ആൾക്കാർക്ക് നിന്നെ ഇച്ചിരി ഇഷ്ടം, അപ്പൊ അവര് നോക്കിയോളൂ. അവർക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് അവർ കേൾക്കില്ല, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് അവർ കേട്ടുള്ളത്. അത് അവരുടെ കർത്തവ്യം. എന്റെ കർത്തവ്യം ഒരു പാട്ടുണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇപ്പൊ ഐ ക്യാൻ സീ ദ സപ്പോർട്ട്. ഇപ്പം നമ്മളുടെ യൂട്യൂബിലെ വീഡിയോസിന്റെ കമന്റ്സ് നോക്കുകയാണെങ്കിലും ആൻഡ് റീൽസ് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് ഇമെൻസ് സപ്പോർട്ട്. അപ്പോൾ ദിസ് ഈസ് റിയലി ഓവർവെൽമിങ്. ഓക്കെ, മീൻസ് ഈ സപ്പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്രിറ്റിക്സും ഉണ്ട്. ഹൗ ഡു യു ടേക്ക് ക്രിറ്റിസിസം? ക്രിറ്റിസിസം ഞാൻ തന്നെ ഒരു വലിയ ക്രിട്ടിക്കാണ്. എനിക്കും ബാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ തന്നെ ഒരു വലിയ ക്രിട്ടിക്കാണ്. അപ്പോൾ എനിക്ക് ക്രിറ്റിസിസം കാണുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു പരിധിക്ക് ശേഷം നമ്മളും വിചാരിക്കണം, ഇപ്പൊ പാട്ട് തീർന്ന് ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാനില്ല, അടുത്ത പാട്ടിൽ നോക്കാം, അത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എഴുതി ഇഷ്ടപ്പെട്ടില്ല, ശരി, എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കാം, അത് റീസണബിൾ ആയിട്ട് തോന്നുമെങ്കിൽ അടുത്ത പാട്ടിൽ നോക്കാം. കാരണം ഈ പാട്ട് ഇനി തിരുത്തി എഴുതി തിരിച്ചൊന്നും പറ്റില്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് അടുത്ത പാട്ടിലേക്ക് പോവാന്നുള്ള. ഇപ്പൊ അംശം ഇറങ്ങിയപ്പോഴും എന്റെ മെയിൻ ഫോക്കസ് അടുത്ത പാട്ടിന് എഴുതണം. അടുത്ത പാട്ടിന്റെ റെക്കോർഡിങ് April 2 അംശം റിലീസാണ്. April 3 അടുത്ത പാട്ട് ഓട്ടം എന്ന് പറഞ്ഞാണ് പാട്ടിന്റെ പേര്, അതിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ പ്രോസസ്സിലാണ് പോകുന്നത്. എന്റെ ഇതിന് പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരെ തന്നെ പറയും. എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് അവർ തന്നെയാണ്. ഈ അംശം ഇറങ്ങുന്നതിന്റെ 1.5 മാസം മുമ്പ് അവരുമായിട്ടുള്ള തർക്കം മാത്രമായിരുന്നു എന്റെ വീട്ടിൽ. ഇത് ചെയ്യണം, അത് ചെയ്യല്, ഇതിങ്ങനെ എഡിറ്റ് ചെയ്യണം, ഇതിങ്ങനെ എഴുതണം, എല്ലാം കഴിഞ്ഞിട്ടാണ് അംശം വന്നത്. അപ്പൊ എനിക്ക് അവരിൽ നല്ലൊരു വിശ്വാസമുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ എന്നെ ആദ്യം ചൂണ്ടിക്കാണിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ക്രിട്ടിക്സ് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇങ്ങനത്തെ പാട്ടുകൾ ഇറക്കുമ്പോൾ ഞാൻ കുറെ കൂടെ ഒക്കെ ഹേറ്റ് ഒക്കെ പ്രതീക്ഷയാണ് ഇറക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഹേറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കും, പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് നിൽക്കാൻ. പല ഫോറംസിലും there is this discussion like when Axomaniac he is doing it appo ഏത് റീലിന്റെ അടുത്ത് പോലും you criticize him also ഒരു അനക്കോ ഇല്ലാത്ത ഒരാളാണ്. he just comments understandable എന്നുള്ള പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, അടുത്തതിൽ ഞാൻ ശരിയാക്കാം. ഓക്കെ, ഗുഡ് വേ ടു ഗോ വിത്ത് ക്രിറ്റിസിസം. അത് കഴിഞ്ഞ് പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ അവര് മനസ്സിലായി. ഇപ്പൊ എന്ത് ചെയ്യാ? ഗുഡ് വേ ടു what do you think? എന്താണ് ഈ മലയാളം R&B അല്ലെങ്കിൽ മലയാളം indie മ്യൂസിക്കിന്റെ what do you think is the future like? എങ്ങനെയാണ് how do you feel it? ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥലം ഒരു അടിപൊളി ഒരു സ്പേസ് ആണ് ഈ ഒരു സന്ദർഭം. കാരണം മലയാളം സിനിമ അടിപൊളിയായിട്ട് തകർക്കുകയാണ്, എല്ലാ റിലീസും തകർക്കുകയാണ്, ഇന്ത്യ മൊത്തം തകർക്കുകയാണ്. അതിൻ്റെ കൂടെ പാട്ടും അതിൻ്റെ കൂടെ തന്നെ പൊങ്ങി. ഇന്ത്യ മ്യൂസിക് ഇന്ത്യയിൽ തന്നെ വളരെ കൂടുതൽ സ്ട്രീം ചെയ്യുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ ഐ ഫീൽ ഞാൻ ഒരു കറക്റ്റ് സമയത്താണ് വന്ന് കറക്റ്റ് സ്ഥലത്താവുന്നു പെട്ടത്. ഞാൻ മുംബൈ വന്ന് പെട്ട കറക്റ്റ് സമയത്ത് തന്നെ. കാരണം ഞാനൊരു അവിടെ ചെന്ന് 6-7 മാസത്തിലാണ് പാപം ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരു ഹിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ റെയർ ഒക്കേഷനാണ്. എൻ്റെ ആദ്യത്തെ മലയാളം ആൽബം ആയിരുന്നു വർത്തമാനം. അതിൻ്റെ ഫസ്റ്റ് സിംഗിൾ തന്നെ സെക്കൻഡ് സിംഗിൾ തന്നെ ഹിറ്റ് ആവുക, അംശം അടുത്ത EP ഫസ്റ്റ് സിംഗിൾ തന്നെ ഹിറ്റ് ആവുക, ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നല്ലൊരു സ്ഥലം, നല്ലൊരു സ്പേസ്. മലയാളം മ്യൂസിക് ഗ്ലോബലി ചാർട്ട് ആവുന്നു, ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനല്ല കുറെ ആൾക്കാരുടെ പാട്ടുകളെല്ലാം ചാർട്ട് ചെയ്യുന്നു. കല്യാണി ചാർട്ട് ചെയ്തു, ഐ തിങ്ക് ഇന്ത്യയുടെ ഒരു റിലീസ് കൂടെ ചാർട്ട് ചെയ്തിരുന്നു. അതേപോലെ ഇപ്പൊ നമ്മുടെ എന്റെ ചാർട്ട് ചെയ്തു. അപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. ഇനി കുറെ മലയാളികളല്ലാണ്ട് ബാക്കി എല്ലാവരും ഈ പാട്ടുകൾ, മലയാളം പാട്ടുകൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു വലിയ ഇൻഡിക്കേറ്റർ വന്നു തുടങ്ങി.
ഐ എം എക്സൈറ്റഡ് ടു സീ. അല്ലാണ്ട് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ അറിയത്തില്ല. കാരണം 2 കൊല്ലം മുമ്പ് ഞാൻ പോലും മ്യൂസിക് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. So now let's talk about the songs. Means like first I think my favorite again is Amsham. Okay. Amsham is like it's like എന്താണ് I mean what did you want to put it out there? അത് means ഇപ്പൊ for example if I ask a director, ഇപ്പൊ ഒരു മൂവി ഡയറക്ടർ ആണെങ്കിൽ he would say like his way of expressing his movie. So your way of expressing is definitely by your music, right? അപ്പോൾ എന്താണ് what do you really wanted to say? ആദ്യം ശരിക്കും അതും ഒരു കുട്ടികളായിരുന്നു. ഞാൻ എന്റെ പാർട്ട്ണറിന് വേണ്ടി എഴുതിയ പാട്ടാണ്. നീ ഒരു കള്ളനാണ്, നീ ഒരു നിനക്ക് എന്നെക്കാളും വലിപ്പമുണ്ട്, നിനക്ക് എന്താണ് മുളക് എന്താ എരി സഹിക്കത്തില്ല, അങ്ങനെയൊക്കെ ഇതിൽ ചെറിയ ചെറിയ ഇൻസൾട്ട് ഒക്കെ ആയിട്ട് let me get that line. ആ ലൈൻ ഒന്ന് പറയൂ എനിക്ക് വേണ്ടിട്ട്. ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ച ഞാൻ മുളകായി മാറും, പിന്നെ അവൻ എരിഞ്ഞാൽ ഈണായ ഒരു ചിരിയും ചേർത്ത്. അങ്ങനെ കാരണം മന്മഥന്റെ ഒരു ആനലോഗ് കാമദേവനാണ്. കാമദേവന്റെ വാഹനമാണ്, ലൈക്ക് പ്രണയത്തിന്റെ വാഹനമാണ് തത്തമ്മ. അപ്പൊ തത്തമ്മയെ പോലത്തെ ഒരു പെണ്ണെ കാണുമ്പോഴത്തേക്ക് ടക്കനെ പ്രണയത്തിലാവുന്ന മന്മഥന്റെ കഥയാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. പിന്നെ എന്റെ പാർട്ട്ണറിനെ ഞാൻ എപ്പോഴും ഒരു ബേർഡിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്റെ പാർട്ട്ണറിന്. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും കോക്കട്ടൂന്നോ പാരറ്റെന്നൊക്കെ വിളിക്കും ഇടയ്ക്ക്. അപ്പോഴത്തേക്ക് പിന്നെ ഈ സ്പൈസ് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അങ്ങനെ രണ്ടും കൂടെ ഒക്കെ ചേർന്ന് എഴുതി വരുമായിരുന്നു. നീ തത്തമ്മ പെണ്ണാണ്, നീ എന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. കാരണം കടിച്ചു കഴിഞ്ഞാൽ റെഡ് ആവത്തില്ലേ. ആ ഒരു ഉപമ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം, വലിയ മീനിങ് ഒന്നുമില്ല. അത് ചെറിയ കളിക്ക് പറഞ്ഞ വരികളാ. പിന്നെയാണ് അതിങ്ങനെ വലിയ മന്മഥന്റെ കഥയായത്. നീ പാതാള ഊരായാലും നീ എന്ന് വിളിച്ച ആഷാഢം. കാരണം ഗന്ധർവന്റെ കഥയില് പ്രണയിച്ച് തിരിച്ച് സ്വർഗലോകത്തിൽ പോയില്ലെങ്കിൽ തിരിച്ച് നരകത്തിലേക്ക് പാതാളത്തിലേക്ക് തള്ളിത്താഴ്ത്തുന്നുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സാരമില്ല, നീ പറഞ്ഞ തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഈ പാട്ടിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് മന്മഥന്റെ കഥയായി മാറിയതാണ്. ആദ്യം ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എന്റെ എഴുതി പാട്ടാണ്. ഓക്കെ, ഐ മീൻ ഈ ബിക്കോസ് ഇതിന് ഇത്രയും ഡെപ്ത് ഉണ്ടെന്നുള്ളത് മേ ബി ആസ് എ ലിസണർ നോ മീൻസ് ഐ എം ജസ്റ്റ് അത് കേട്ടു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഒരു ലെവലില് ഉള്ളതുണ്ട്. ഇപ്പൊ ഒരു ദിവസത്തിൽ 5 മിനിറ്റ് പാട്ട് കേൾക്കാൻ കിട്ടുന്ന ആൾക്കാർക്കും പാട്ട് കേട്ട് സുഖിച്ചു പോകാനുള്ളതുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ ആ പാട്ടിനോട് സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർക്കും ഉള്ളതുണ്ട്. മ്യൂസിക് വീഡിയോ കാണുന്നവർക്കുണ്ട്. അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കുന്ന രീതിയിൽ ഒരു ലെവലും തെറ്റല്ല. ഒരു 5 മിനിറ്റ് കിട്ടുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ആ ഒരു ലെവലും തെറ്റല്ല. എല്ലാവർക്കും ആണ് പാട്ട് എല്ലാവർക്കും ഉള്ളതാണ്. സമയം എടുക്കും, അതാണ് പ്രശ്നം. ലൈക്ക് എനിക്ക് പെട്ടെന്ന് മലയാളം വരുന്ന കൂട്ടത്തിലല്ല. ഞാൻ കേന്ദ്രീയ വിദ്യയിൽ ഇംഗ്ലീഷും ഹിന്ദിയും സാൻസ്ക്രിറ്റും പഠിച്ച കൂട്ടത്തില്. അപ്പൊ എനിക്ക് മലയാളം തൊട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകെട്ടിൽ ഞാനാണ് ഏറ്റവും വൃത്തികേടായിട്ട് മലയാളം പറയുന്നത്. അപ്പൊ എനിക്കും മലയാളം എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു വാശിയായിരുന്നു. ഞാൻ എഴുതുമെങ്കിൽ മര്യാദക്ക് എഴുതും, പക്ഷെ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ ഞാൻ തീർക്കുമ്പോഴത്തേക്ക് എനിക്ക് തൃപ്തി കിട്ടുന്ന രീതിയിലേ ഞാൻ എഴുതി തീർക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചില 4 വാക്കൊക്കെ 4 വരിയൊക്കെ എഴുതാനത്തേക്ക് 1 മാസമൊക്കെ എടുക്കും. പക്ഷെ ആ സമയം എടുത്ത് തന്നെ തീർക്കും. അതാണ് സീക്രട്ട് എനിക്ക്. എന്ന് പറഞ്ഞാൽ ഒത്തില്ലെങ്കിൽ പിന്നെ ഞാൻ അത് പുറത്തിടൂല. എനിക്ക് ഒക്കണം. അത് ചിലപ്പോൾ സമയമൊക്കെ എടുത്ത് തീർക്കും. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഭൂമിക്കയും എംഎച്ച്ആറിനെയൊക്കെ പാട്ടിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം അല്ലെങ്കിൽ പാട്ട് തീരൂല. അവരെഴുതി അവരുടെ ഭാഗം എഴുതി പാടി തന്നില്ലെങ്കിൽ ആ പാട്ട് തീരില്ല. അതാണ് ഏറ്റവും സീക്രട്ട്. ആൻഡ് ഇപ്പൊ ഇതില് when this mix comes, ഇപ്പൊ വേറെ when you bring in another artist, അപ്പൊ ഇതില് there is always this call അല്ലേ happening, like എങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഒരു മീറ്റർ പരിപാടികൾ. അപ്പൊ ഇറ്റ് ഷുഡ് ബി എ വെരി വെരി ഹെൽത്തി ഡിസ്കഷൻ, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ആർട്ടിസ്റ്റ്, ബിക്കോസ് ഇതെല്ലാവരും ഓരോരോ റേഞ്ചിലുള്ളവരാണ് അല്ലേ. അപ്പൊ ഹൗ ഡു യു പുട്ട് ഇറ്റ് ടുഗദർ? ഇത് പരിപാടി ഇങ്ങനെ വേണം. അത് ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട് മേക്കറാണ്. പെട്ടെന്ന് ഒരാളെ കൂട്ടുകാരനാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. ഞാൻ പെട്ടെന്ന് ആളുകളായിട്ട് ജെല്ലാവുന്ന ഒരു കൂട്ടത്തില്. അപ്പൊ എങ്ങനത്തെ ഡിഫറെന്റ് ആളായാലും ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയം പഠിച്ചത് നല്ലൊരു കാര്യം അതാണ്. കാരണം ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് ലൈക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും ഒറ്റ റൂമിൽ ഇരുന്നാ പഠിക്കുന്നത്. ഭാഷ പോലും മനസ്സിലാത്ത ആൾക്കാർ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ചു വന്ന എനിക്ക് ആരായിട്ട് ഏത് റൂമിൽ ചെന്നിരുന്നാലും പറഞ്ഞ്
അവരായിട്ട് ചെല്ലാൻ പറ്റും. അപ്പൊ അത് ശരിക്കും യൂസായി. ഇങ്ങനെ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ നിൽക്കുന്ന ഭൂമിക, തമിഴ് പറയുന്ന ഭൂമിക, MHR നോർത്ത് കേരളയിലാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ എനിക്ക് മനസ്സിലാകത്ത പോലുമില്ല ഭാഷ, പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ശൈലി തന്നെ വേറെയാണ്. ഞാൻ വേറൊരു വേൾഡിൽ നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത്. അതെല്ലാം ഇവരുടെ അടുത്ത് ഇവരോട് ഇരുന്ന് കഥ പറഞ്ഞ്, ഭൂമിക്ക് എന്നെ വിളിച്ചപ്പോഴും അതായിരുന്നു, അതേ മന്മഥന്റെ കഥ മൊത്തം പറഞ്ഞു, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണുക, അത് കണ്ടതിന് ശേഷം നമുക്ക് ഇരിക്കാം ഒന്നുകൂടെ, ഈ പാട്ടിന്റെ കഥ ഇതാണ്, ഈ പാട്ടിൽ ഇതൊക്കെയാണ് പറഞ്ഞു വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ അമ്മയോട് സംസാരിച്ച് മന്മഥന്റെ കഥ അവരുടെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവരുടെ അമ്മയും കുറെ പോയിന്റേഴ്സ് ഒക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടുണ്ടായ പാട്ട്. അപ്പൊ അങ്ങനെ കുറെ നല്ല ഡിസ്കഷൻ, ഈ ഒരു നല്ലൊരു ക്രിയേറ്റീവ് പ്രോസസ് ആയിരുന്നു. കാരണം നേരത്തെ പാട്ടുകളിൽ നമുക്ക് എന്നെ കുറച്ച് പറയുമ്പോഴത്തേക്ക് എന്റെ കുറച്ചുകൂടെ ഫ്രീഡം കാണും വേറെ പാട്ടുകൾ. പക്ഷെ ഈ ഒരു കഥ ഉള്ളതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ആ റെസ്ട്രിക്ഷന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റില്ല, എല്ലാം പറഞ്ഞു പറയാൻ പറ്റത്തില്ല. ചെറിയ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള രീതിക്കാണ് ഈ പാട്ടുകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇനി അടുത്ത് വരുന്ന പാട്ടുകളിലും ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പേഷ്യന്റ് വിത്ത് ലൈക്ക് ഓക്കെ, ഇത് MHRD സെക്ഷൻ വളരെ ഡിഫറെന്റ് ആണ് എന്റെ സെക്ഷനേക്കാൾ. ഇതെങ്ങനെ നമുക്ക് ജെല്ല് ചെയ്യിപ്പിക്കാം? ഞാൻ മഞ്ചേരി അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പോയി തീർക്കാനുള്ള 2 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തീർത്തിട്ടാണ് പാട്ട് അംശം തീർന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ MHRും ഞാനും ഭൂമിക്ക് എല്ലാവരും എഫേർട്ട് ഇടുന്നുണ്ട്. കാരണം ഐ തിങ്ക് എല്ലാവർക്കും ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരെത്ര വേണമെങ്കിലും അതിന് എഫേർട്ട് ഇടാൻ തയ്യാറായിരുന്നു. അങ്ങനെയൊക്കെ വരുന്ന പാട്ടുകളായതുകൊണ്ട് ഐ ഫീൽ ഇറ്റ്സ് ഈസിയർ ടു വർക്ക് വിത്ത്. ഓക്കെ ഓക്കെ, നൗ കമ്മിങ് ടു നെക്സ്റ്റ് സോങ്, പാപം. എന്താണ് പാപം? ആൻഡ് ഇറ്റ്സ് ലൈക്ക് പാപം ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് അല്ലേ? യുവർ ഡെഫിനിഷൻ ഓഫ് പാപം. എന്റെ ഡെഫിനിഷൻ ഓഫ് പാപം, ഞാൻ ഒരു വളർന്നു വന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ ഇപ്പൊ നിരീശ്വരവാദിയാണെങ്കിലും വളർന്നു വന്ന ക്രിസ്ത്യാനിയായിട്ടാണ്. അപ്പൊ ആദ്യ പാപം എന്ന് പറഞ്ഞത് സെക്ഷുവാലിറ്റിയാണ്. നമ്മുടെ സെക്ഷുവാലിറ്റിനെ കുറച്ച് എന്താ അവയർനെസ് കിട്ടുന്ന ആയിരുന്നു ആദ്യ പാപം. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരു സെക്ഷുവൽ എന്താ പറയാ എക്സ്പ്രഷനും അതിന്റെ ലിബറേഷനും ഉള്ള ഒരു സൊസൈറ്റി അല്ല കേരളം. നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറെ മുന്നോട്ടാണെങ്കിൽ പോലും അതില് പൂർണ്ണമായിട്ടുള്ള ഒരു ലിബർട്ടിയും കാര്യങ്ങൾ, അത് ഓപ്പൺ ആയിട്ടുള്ള സംഭാഷണങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല. നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചിങ്ങനെ സോര്യം പറയുന്ന പോലെ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ, ലോജിസ്റ്റിക്സ് അല്ലാണ്ട് വേറെ ഉപരി കുറെ ഷെയിം, ഗിൽട്ട് ഒതുക്കി പിടിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ സഹിച്ച് ഡീൽ ചെയ്യേണ്ടി വരും. അതൊക്കെ അതിനെ കുറച്ചൊക്കെയാണ് പാട്ടിൽ എഴുതാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൽ എനിക്ക് എഴുതേണ്ട രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു വേഗമായിട്ട് ഈ വഴികളിൽ പാപമായി, ഒരു ശാപമായി, ഞാൻ ഒരു ശപിക്കപ്പെട്ട ഒരു പുരുഷനാണെന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതിനുശേഷം അതിനുവേണ്ടി സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. കാരണം എൻ്റെ ഈ ഒരു എഴുത്തുകാരനുള്ള നിലയിലുള്ള പോരായ്മകൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു തിരക്കഥ എഴുതി നികത്താൻ നോക്കിയതാണ് ഞാൻ മ്യൂസിക് വീഡിയോയിൽ. പിന്നെ അതും ഞാൻ ആ സമയത്ത് മുംബൈയിൽ പോയതുകൊണ്ട് എനിക്ക് മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടില്ല. അപ്പോഴാണ് മാധവൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ ഡയറക്ടർ വരുന്നതും ഇതിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതും. അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ തന്നെ ഇതിന്റെ മ്യൂസിക് വീഡിയോയിൽ ചെയ്യുന്നതും അതും നല്ലൊരു റിസപ്ഷൻ കിട്ടുന്നത്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നത് നമ്മുടെ തമിഴ് ചാവടി ലൈക്ക് ശ്രേയസ് വാസ് കൊളാബിംഗ് ഓൺ ദാറ്റ്. ഡെഫിനറ്റ്ലി ശ്രേയസ് ഓൾസോ ബ്രോട്ട് വേറൊരു എലമെന്റ് ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം ഓൺ ടു ഇറ്റ്. മനസ്സിലായി അതാണ് അതിന്റെ. ഐ ഫീൽ ലൈക്ക് എന്റെ കുറെ പോരായ്മകൾ ഈ കൊളാബറേറ്റേഴ്സും വേറെ പ്രോസസ് ചെയ്യുന്ന ആൾക്കാരാണ് അത് ഫില്ല് ചെയ്യുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് അപ്രോച്ച് ഉണ്ട്. ഇത് ഹിപ്പ് ഹോപ്പ് ആണ്. ഹിപ്പ് ഹോപ്പിൽ ഈ ഒരു പരിപാടിയുണ്ട്. നമ്മളെല്ലാം ഭയങ്കര ഓപ്പൺ ടു കൊളാബറേഷൻ ആണ്. ഹിപ്പ് ഹോപ്പ് സോങ്സ് എല്ലാം ഭയങ്കര ഓപ്പൺലി കൊളാബറേറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതി തീരത്തില്ല ഇവിടെ. അതെ, ബിക്കോസ് ഈ എപ്പോഴും പറയുമ്പോൾ ആ കൊളാബറേഷൻ വിൽ ബി ഹാപ്പനിങ്. അതായത് യു ഷുഡ് ബി ഓൾസോ നമ്മുടെ ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴല്ല. അല്ലെങ്കിൽ മോസ്റ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ഐദർ ദ സോങ് ഗെറ്റ്സ് ത്രാഷ്ഡ് അല്ലെങ്കിൽ ഓൺ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ക്രിയേറ്റീവ് ഒപ്പീനിയനിൽ ഡിഫറൻസ് ആയിട്ടുണ്ടാവും. ഒരു രണ്ട് മനുഷ്യർ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് എല്ലാ വാല്യൂസും അല്ല. ഇപ്പൊ MHRനെ ആദ്യമായിട്ട് കാണുന്നത് ഈ സംഭവം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായി. അതിന് മുമ്പ് MHRനെ കണ്ടിട്ട് പോലും ഇല്ല. പാട്ട് പാടി റെക്കോർഡായി. പക്ഷെ അതിനു മുമ്പ് പോലും ഈ എന്റെ സ്ക്രീൻ പ്ലേ പറഞ്ഞപ്പോഴും മ്യൂസിക് വീഡിയോന്റെ കഥ പറഞ്ഞപ്പോഴും എല്ലാത്തിനും അതിന്റെ അദ്ദേഹം സപ്പോർട്ടായിരുന്നു അതിന്റെ. കാരണം ഒരു മെയിൻ സ്ട്രീം വീഡിയോന്റെ കഥയല്ല എന്റെ അംശത്തിന്റെ വീഡിയോയിലുള്ളത്. അപ്പൊ എന്നിട്ടും നമ്മുടെ വേറൊരു കൾച്ചറിൽ തന്നെ വരുന്ന MHRനും അതിന്റെ സപ്പോർട്ടായിരുന്നു. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. നമ്മുടെ
കൊളാബറേറ്റേഴ്സ് നമ്മുടെ വാല്യൂസുമായിട്ട് ഒത്തു വന്നാലേ നമുക്ക് ഇങ്ങനത്തെ പാട്ടുകൾ ഇറക്കാൻ പറ്റും. കാരണം നമ്മളൊരു സാധനം ഏറ്റവും ഈസി ആയിട്ടുള്ള കോൺവെർസേഷൻസ് അല്ല ഈ പാട്ടുകളിലുള്ള. ഇപ്പൊ പാബു ആയാലും അംശം ആയാലും, അംശം ഷോർ ഇതിനെ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ള പാട്ടാണെങ്കിൽ മ്യൂസിക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ ഈസി അല്ല. നമ്മൾ കണ്ടുവരുന്ന മ്യൂസിക് വീഡിയോസും നമുക്ക് പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കും എനിക്കും സിനിമ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഒരു സിനിമ പിടിക്കണം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യണം. മ്യൂസിക് വീഡിയോ പറ്റില്ല, അതൊക്കെ ഈ സിനിമ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സാധനങ്ങളെ വരുള്ളൂ. അവരും ക്വിയർ കമ്മ്യൂണിറ്റീന്റെ ഭാഗമാണ്, ഞാനൊരു ക്വിയർ ആളാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ കഥ പറയാൻ അറിയുള്ളൂ. നമുക്ക് അതില് സാക്രിഫൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അപ്പൊ ഇങ്ങനത്തെ സപ്പോർട്ടൊക്കെ കിട്ടുന്നോണ്ട് മാത്രം ചെയ്യാൻ പറ്റും. ആൻഡ് വീഡിയോസിന്റെ എനിക്ക് തോന്നുന്നത് ബട്ട് പീപ്പിൾ വെർ ലൈക്ക് വെരി ഓപ്പൺ ഇൻ അക്സെപ്റ്റിംഗ് മീൻസ് എപ്പോഴും വീഡിയോസ് ആർ ക്വയറ്റ് സെൻഷ്വൽ ആണ് കുറച്ചുകൂടെ. മീൻസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു മ്യൂസിക് വീഡിയോ പോലെയല്ല, ബട്ട് ഇറ്റ് ഹസ് ഗോട്ട് ദാറ്റ് എലമെന്റ്സ്. അപ്പോൾ ആ സ്റ്റോറി ടെല്ലിങ്ങിന് അത് നെസസറി. ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ്? മീൻസ് ഇത് ഇങ്ങനെ തന്നെ പറയണം എന്നാലേ എന്റെ മ്യൂസിക്കിൽ അത് വന്നു പോകും. ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എന്റെ പാട്ടുകൾ എല്ലാതൊക്കെ വന്നു പോകും. അപ്പൊ മ്യൂസിക് വീഡിയോ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ പാബു ആയാലും കൺമഷി ആയാലും ഇതായാലും ഇപ്പൊ അംശം ആയാലും എല്ലാം ഭയങ്കര ഇന്റിമേറ്റ്, ഇച്ചിരി ഫ്ലേർട്ടി ആയിട്ടുള്ള പാട്ടുകളാണ്. എന്താ പറയാ, ഒരു രീതിക്ക് ചില ടഫ് കോൺവെർസേഷൻസ് ഉണ്ടായാലും ചില സ്ഥലത്തൊക്കെ അത് ഭയങ്കര പ്ലേഫുള്ളും ഫ്ലേർട്ടിയും ഒക്കെയാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴും കളിച്ചിരിച്ച് കിടക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണ് എന്റെ പാട്ടുകൾ. അപ്പൊ അങ്ങനെ മ്യൂസിക് വീഡിയോസും പോകുള്ളൂ. അയ്യോ, കൺമഷി എനിക്ക് എന്റെ എഴുതിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കൺമഷി. അംശം ഉണ്ട് അവിടെ, പക്ഷെ എങ്കിലും കൺമഷി എത്ര വേണമെങ്കിലും ഞാൻ കേൾക്കും. എന്റെ സ്വന്തം പാട്ടുകൾ എനിക്ക് കേട്ട് ഇനിയിപ്പൊ കേൾക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ഒരു എനിക്ക് അറിഞ്ഞൂടാ, എന്റെ കൈ കണക്കൊന്നുമില്ല, അങ്ങനെ കേട്ടണം. കൺമഷി പക്ഷെ എപ്പോ കേൾക്കുമ്പോഴും ഫ്രഷ് ആണ്, ഇപ്പോഴും ഫ്രഷ് ആണ് എനിക്ക്. കൺമഷി ആദ്യം ഞാൻ കൊല്ലത്ത് വെച്ചാണ് എഴുതുന്നത്. എന്റെ എല്ലാ അംശം ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടുകളും എന്റെ ഹോസ്റ്റൽ മുറിയിലാണ് റെക്കോർഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ അടുത്തൊരു കാഫെ ഉണ്ടായിരുന്നു, 2 മണി വരെ നിൽക്കുന്ന കൊല്ലത്തെ ആദ്യത്തെ കാഫെ ആയിരുന്നു. $50 എന്ന് പറഞ്ഞൊരു കാഫെ എന്റെ കോളേജിന്റെ അടുത്ത്. അവിടെ ചെന്നിരുന്ന് എഴുതുമായിരുന്നു. അങ്ങനെ എഴുതിയതാണ് ഞാൻ. അദ്ദേഹത്തിന് അവിടുത്തെ ബറിസ്റ്റൊക്കെ അറിയാം എൻ്റെ കഷ്ടപ്പാട്. ഞാൻ എല്ലാ ദിവസം വരും, ഒരു ബുക്കും പേനയും കൊണ്ടിരിക്കും, രാത്രി വരെ ഇരിക്കും, 2 വരെ എഴുതിയിട്ട് പോകും. ഒരു ദിവസം ഉണ്ടായിരുന്നു, ആ മൊത്തം വേർസ് എഴുതി, ആ ഒരു എല്ലാ പദങ്ങളും കരുതി ഞാൻ തേടുന്നിതാ ഈ നൊമ്പരങ്ങളിൽ വഴുതി ഞാൻ വരമായി മന്മഥൻ തഴുകിയിടാൻ. അവിടെയാണ് ആദ്യമായിട്ട് മന്മഥൻ എന്നുള്ള ക്യാരക്ടർ ഫോം ആവുന്നത്. അത് എഴുതിയപ്പോഴാണ് എനിക്ക് മൊത്തത്തിൽ സാറ്റിസ്ഫാക്ഷൻ വന്നത്. അത് ഐ തിങ്ക് ആദ്യമായിട്ടാണ് എനിക്ക് മലയാളത്തിൽ ഇച്ചിരി കൂടെ ഒരു കൺട്രോൾ തോന്നി തുടങ്ങിയത് ആ പാട്ടിൽ കൂടെയാണ്. പിന്നെയാണ് അംശം വന്ന് മന്മഥൻ ആ ഒരു കൺമഷി എന്ന് പറഞ്ഞൊരു പാട്ടുള്ളതുകൊണ്ടാണ് അംശം ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ മന്മഥൻ എന്നുള്ള ക്യാരക്ടറോ അംശം എന്നുള്ള വരത്തില്ല. ആ ഒരു പാട്ടിൽ എൻ്റെ സെക്ഷുവാലിറ്റീനെ കുറിച്ചും എനിക്ക് എൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചും ആണ് പറഞ്ഞു വെക്കുന്നത്. മന്മഥൻ വന്ന് നിന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സന്തോഷമായേനെ. കാരണം ഇങ്ങനെ എൻ്റെ ഓരോ ഈ ഡിഫറൻസസ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നു നല്ല രീതിയിൽ പറഞ്ഞു വെക്കുന്ന പാട്ടാണ്. പക്ഷെ എങ്കിലും കണ്ടില്ല, അതും ഒരു ഫ്ലേർട്ടി പാട്ട്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങനെ അത് സാരമില്ല, നമുക്ക് ശരിയാക്കാന്നുള്ള രീതിക്കുള്ള മനുഷ്യനായതുകൊണ്ട് പാട്ടുകൾ ഇങ്ങനെ. എഴുതിയതിൽ ഏറ്റവും എഫേർട്ട് എടുത്തതും വന്ന വെരി ഫേവറേറ്റ് ടു മീ എന്ന് പറയുന്നത് ഏതായിരിക്കും? കൺമഷി ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത കൺമഷിയാ. പക്ഷെ ഏറ്റവും നന്നായിട്ട് എഴുതിയത് ഐ ഫീൽ അംശമാണ്. കുറച്ചുകൂടെ എഴുതാൻ എനിക്ക് കുറച്ചുകൂടെ ഒരു ബിഗർ സ്കെയില് കിട്ടിയത് അംശത്തിനാണ്. കാരണം കൺമഷി എന്നെ കുറച്ചല്ലേ, അംശം എന്നെ പോലെ ഒരു ക്യാരക്ടറാണ് മന്മഥൻ. അപ്പൊ എനിക്ക് എന്തുവാണ് കുറച്ചുകൂടെ വലിയ പാലറ്റായി. അവന്റെ പ്രശ്നങ്ങൾ പാതാളത്തെ തള്ളിത്താഴ്ത്തേണ്ട പ്രശ്നങ്ങൾ. എനിക്ക് വീട്ടിൽ അന്നം വരുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള. പക്ഷെ അവന് പാതാളത്തെ തള്ളിത്താഴ്ത്തും, എന്നെ നരകിക്കും, ഞാൻ നരകിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു വലിയ പാലറ്റ് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ വലിച്ച് ഒരു ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ എന്റെ കൺമഷിയിലെ പാട്ടുകൾ അലങ്കൃതം എന്നൊക്കെ ഉപയോഗിക്കൂല, കാരണം ഇതുള്ളതൊന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഇച്ചിരി വയസ്സുള്ള ക്യാരക്ടറാണ്. ഗന്ധർവന് എത്ര വയസ്സുണ്ടെന്ന് ആർക്കും അറിഞ്ഞു. അപ്പൊ എപ്പ തൊട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്, എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അലങ്കൃതം എന്നൊക്കെ ഉപയോഗിക്കാൻ കുറച്ചുകൂടെ കംഫർട്ട് ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എഴുതാനൊരു കംഫർട്ട് വന്നു. ഇപ്പൊ വലിയൊരു കഥ പോലെ ആയില്ലേ. അപ്പൊ ഐ ഫീൽ ലൈക്ക് കുറച്ചുകൂടെ ഫൺ എഴുതാൻ അംശമായിരുന്നു. കുറച്ചുകൂടെ എനിക്കും ആസ് ഒരു റൈറ്റർ ഒരു സ്റ്റെപ്പ് അപ്പ് ആയെന്ന് എനിക്ക് തോന്നിയത് അംശത്തിലാണ്. പക്ഷെ ആദ്യമായിട്ട്
എൻ്റെ ഒരു മലയാളം റൈറ്റർ ആണെന്ന് എനിക്ക് ഇച്ചിരി തൃപ്തി വന്നത് കൺമഷി. കൺവേഴ്സിയാണ്. ഓക്കെ. സോ ഫോർ ദ ഓഡിയൻസ് 2 lines ഫ്രം അംശം. പിന്നെ പാതാളം ഊരായാലും നീ ഒന്നെ വിളിച്ചാലും ഈ തത്തമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും, പിന്നവനെരിഞ്ഞാൽ ഇണയാൽ ഒരു ചെറിയും ചാർത്തും, മനസ്സില് മേൽത്തൊട്ടും കൈക്കേറിയ അവതാരം, മനസ്സില് കൂടും തീയെല്ലാം കെടുത്തിയവളാലും, മനസ്സില് ഭാരം ഇറക്കി വെക്കുന്നതാകും, പിടിച്ചതും തൽക്കാലം അങ്ങനാണ് ശരിയാമേൻ, നിന്റെ പല കഥകളും അലങ്കൃതമായി തീരാ, പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാ. Wow, amazing. So upcoming artists, like I mean for you I think ഞാനൊരു അപ്കമിങ് ആർട്ടിസ്റ്റ് അല്ലല്ല ഒരു 2 ഹിറ്റ് അടിച്ച് ഞങ്ങൾ അപ്കമിങ് എന്ന് പറയില്ല. അല്ല ടോപ്പ് ചാർട്ടിൽ 4 ഒക്കെ ആയി നമ്മൾ അപ്കമിങ് എന്ന് പറയില്ല. പാട്ട് ഹിറ്റാണ്. ഓക്കെ. സോ ആർട്ടിസ്റ്റ് ഹു ആർ ലൈക്ക് ഇപ്പം lot of people people are getting inspired by people like you, people means like upcoming nalla but who are really passionate about making music. അപ്പോൾ what would be your one line of advice? ഒരു പ്ലാൻ ബി വേണമെന്നാണോ അതോ പൊയ്ക്കോ ചാടിക്കോ? അങ്ങനെ ചാടിക്കോന്ന് ഒരിക്കലും പറയാം. ഞാൻ ചാടിയപ്പോൾ പോലും ഒരു 7 മാസം മുമ്പ് വരെ ഞാനും ശരിയാണോ ചെയ്തത് ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ തന്നെ ഞാനും 7 മാസം മുമ്പ് പാപത്തിന് ശേഷം പോലും ഞാൻ വേണോ ഇനിയും വേണോ ചിന്തിച്ച ദിവസങ്ങളുണ്ട്. അത് ഈ ഒരു ഇൻഡസ്ട്രി അങ്ങനെ തന്നെ. നമ്മള് ആർട്ടിസ്റ്റ് സൈഡിൽ വലിയ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അഡ്മിൻ സൈഡിലുണ്ട്, ആർട്ടിസ്റ്റ് സൈഡിൽ അത്ര സ്ട്രക്ചേഴ്സും കാര്യങ്ങളില്ല. അപ്പൊ ചാടുന്ന എപ്പോഴും ഒരു മാസീവ് റിസ്ക് ആയിരിക്കും. എൻ്റെ അഡ്വൈസ് തരാനും ഞാനൊരാൾ 2 ഹിറ്റേ ഉള്ളൂ. ഞാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ഉണ്ടാക്കി തുടങ്ങിയത് ഈ മാസവും ഈ കഴിഞ്ഞ മാസമൊക്കെ തൊട്ടാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് 4 ഡിജിറ്റൊക്കെ പോയിട്ടുണ്ട് കഴിഞ്ഞ മാസമൊക്കെ. അപ്പോൾ അംശത്തിന് ശേഷം പോലെ. അപ്പോൾ എടുത്ത് ചാടാനുള്ള കോൺഫിഡൻസ് തന്ന് എനിക്ക് വിടണമെന്നില്ല. പക്ഷെ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. ആഫ്റ്റർ എ വൈൽ യു വിൽ ഗെറ്റ് റീസൺസ് ടു മേക്ക് ഇറ്റ് ബിഗർ, മേക്ക് ഇറ്റ് കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് റീസൺസ് തരും. പക്ഷെ അതുവരെ മേക്ക് മ്യൂസിക് ഫോർ യുവർ സെൽഫ്. കാരണം അല്ലെങ്കിൽ ഈ ഒരു ക്യാപിറ്റലിസ്റ്റിക് സ്ട്രക്ചറിൽ നമ്മൾ റിട്ടേൺസ് വിചാരിച്ച് മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം മ്യൂസിക് ഫ്രീ ആണ്. മ്യൂസിക് സ്പോട്ടിഫൈയിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു വസ്തുവായി തീർന്നിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് റിട്ടേൺസ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. അപ്പോൾ ഡു മ്യൂസിക് ഫോർ യുവർ സെൽഫ്. In a while you will have reasons to make music for bigger things, for yourself, in ശേഷം മേ ബി ഫോർ യുവർ പേരൻസ്, ഫോർ യുവർ കമ്മ്യൂണിറ്റി, എല്ലാവർക്കും ഗിവ് ബാക്ക് ചെയ്യാം എന്നുള്ള രീതിക്ക് മ്യൂസിക് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഡെസിഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതുവരെ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഓക്കെ. സ്റ്റിൽ ഡാഡ് വാങ്ങി തന്ന പിയാനോ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റിൽ അത് അപ്പൻ്റെ വീട്ടിലുണ്ട്. ഞാനൊരു കീബോർഡ്, ഞാൻ പറഞ്ഞില്ലേ പൊടി തട്ടിയിരുന്ന കീബോർഡ്, അത് ഉപയോഗിക്കുന്നത്. അത് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ അന്ന് പൊടി തട്ടിയിരുന്നോണ്ട്. All right. So it was amazing talking to you, and it was a lot of fun, a lot of learning. But thank you so much for being on the show. Thank you, brother. Amazing. Thank you. Thank you. This is a small gift from our side. Yeah. Thank you, brother. Hope you love it. Yeah. എനിക്ക് നല്ല ഇഷ്ടമാണ്. We have an engraving of you. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഇച്ചിരി കൂടിപ്പോയി. അത് എൻഗ്രേവിംഗ് ഓഫ് മീ ബ്രദർ. മന്മഥന്റെ പെർഫ്യൂം ആണോ? മന്മഥൻ എങ്കിലൊന്ന് എങ്ങനെയാ? ഇതാ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നത്. എംബിയുടെ വേറൊരു പെർഫ്യൂം എൻ്റെ ഉണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം എൻ്റെ മുഖം ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രം. താങ്ക് യു.